നമസ്കാരം. അമിതമായിട്ടുള്ള വണ്ണം കാരണമൊക്കെ തന്നെ നിങ്ങൾക്ക് സന്ധികളിലുള്ള വേദന അല്ലെങ്കിൽ തരിപ്പ്, മരവിപ്പ്, ഞരമ്പുകൾ ശരിയായിട്ട് ബലമില്ലാത്തത് കാരണമൊക്കെ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ്. അല്ലെങ്കിൽ പ്രായം എത്തുന്നതിന് മുൻപ് തന്നെ ചർമ്മത്തിൽ കൂടുതൽ ചുളിവുകളും പ്രശ്നങ്ങളും, ചർമ്മത്തിൻ്റെ ആരോഗ്യം തന്നെ നഷ്ടപ്പെടുന്നു എന്നുള്ള തോന്നലും, മുടി വളരെ ഡ്രൈ ആയിട്ടിരിക്കുക എന്നുള്ള ആരോഗ്യ സൗന്ദര്യ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ സ്ത്രീ പുരുഷന്മാർക്ക് പ്രായഭേദമന്യേ ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു വിത്താണ് പരിചയപ്പെടുന്നത്. ഇത് കറക്റ്റായിട്ട് ഏതൊക്കെ അവസ്ഥയിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാലും ശരിയായിട്ടുള്ള അളവിൽ കഴിച്ചാലും അടിമുടി നമുക്ക് മാറ്റം വരുത്താനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഏതാണെന്ന് അറിയണ്ടേ? അതിനു മുൻപേ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. ഞാൻ ഡോക്ടർ സജിത ദിജിൻ. മറ്റൊന്നുമല്ല, ചെറുചണ വിത്ത് അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിൽ അദസി എന്നുള്ളത് സംസ്കൃതത്തിൽ നമ്മൾ ഇതിനെ പറയും. അദസി മധുര തിക്ത സ്നിഗ്ധോഷ്ണ ഗുരുർവര വാദഗ്നി കഫകൃത് വൃഷ്യ ബല്യ ത്വച്യാശ്ച കീർത്തിത. അതായത് സ്കിന്നിനെയൊക്കെ തന്നെ നന്നായിട്ട് തിളക്കം വരുത്താൻ സഹായിക്കുന്നതും ദഹിക്കാൻ കുറച്ച് സമയമെടുക്കുന്ന ഒന്ന് തന്നെയാണ്. എണ്ണമയമുള്ള ഒരു സ്വഭാവമുണ്ട്, അതുപോലെ ഉഷ്ണവീര്യമാണ്, വാതദോഷത്തെ ശമിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മസിൽ കയറ്റം, മരവിപ്പ്, സന്ധിവേദന ഒക്കെ മാറ്റാനും ശരീരബലം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. പിന്നെ ത്വക്കിൻ്റെ ഗുണം വളരെയധികം വർദ്ധിപ്പിക്കുന്നുണ്ട്. വാർദ്ധക്യം മന്ദഗതിയിലാക്കാനും ഇതിൽ ഒമേഗ 3 ഫാറ്റി ആസിഡിനും ലിഗ്നൻസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ഉള്ളതുകൊണ്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ ശുക്രധാതു പോഷണത്തിന് വൃശ്യമായിട്ടുള്ള ഒന്നുകൂടെയാണ്. അപ്പോൾ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ ഗുണകരമാണെന്നർത്ഥം. ഇത് ദഹനത്തിന് എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതല്ലേ. നമ്മുടെ മെറ്റബോളിസം നോർമലാക്കി ദഹനം ശരിയായിട്ട് നടക്കുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടുമിക്ക ആരോഗ്യ പ്രശ്നങ്ങളെയും അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസിനെയും ഒക്കെ തന്നെ നമുക്ക് തടയിടാനായിട്ട് പറ്റും. ഇതൊന്നിൻ്റെയും ട്രീറ്റ്മെൻ്റ് ആയിട്ട് പറയുന്നതല്ല, ഇതൊരു പ്രതിരോധ മാർഗമായിട്ട് പറയുന്നതാണ്. ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വയറിലെത്തിക്കഴിഞ്ഞാലും നമുക്ക് പെട്ടെന്ന് വയറ് നിറഞ്ഞതുപോലെ തോന്നും. അതുകൊണ്ട് ഭക്ഷണത്തിന് മുൻപേ ഒക്കെയുള്ള സാലഡ്സിലൊക്കെ ഇത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അധികമായിട്ട് നമുക്ക് ഭക്ഷണത്തിനോടൊരു ആസക്തി ഉണ്ടായിരിക്കില്ല. കുറഞ്ഞ അളവിലേ കഴിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ടും കുറച്ചധിക സമയം ഇത് വിശക്കാതിരിക്കുന്നത് കൊണ്ടും ഒക്കെ തന്നെ അമിതമായിട്ട് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് നമുക്ക് വയറ് ചാടുന്ന പ്രശ്നം അല്ലെങ്കിൽ ഒബേസിറ്റി ഉള്ള ആളുകൾക്കൊക്കെ വളരെ ഗുണകരമായിട്ടുള്ള ഒന്നാണ്. പിന്നെ ഇത് ഇത്തരം ഒബേസിറ്റി ഉള്ള ആളുകളാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ എന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ഒരു സ്പൂണിലധികം ഉപയോഗിക്കാതിരിക്കുക. ഇത് അധികമായിട്ട് ഉപയോഗിച്ചാൽ വണ്ണം കൂടുമെന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്പൂണ് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് പ്രത്യേകമായിട്ട് അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ഇത്തരം ചെറുചെണ്ണ വിത്ത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എണ്ണയൊന്നും ചേർക്കാതെ ചട്ടിയിലിട്ടൊന്ന് വറുത്തെടുക്കുക. എന്നിട്ടത് പൊടിച്ച് വെച്ച് നല്ലൊരു ടൈറ്റുള്ള ജാറിലെടുത്ത് വയ്ക്കുക. അങ്ങനെയെങ്കിൽ സ്മൂത്തിയിൽ ചേർത്തിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചൂടുള്ള പാലിൽ ചേർത്തിട്ടോ ചൂടുള്ള വെള്ളത്തിൽ ചേർത്തിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് തനിയെ ചവച്ച് അരച്ച് കഴിക്കുന്നത് നല്ലതല്ല. പല ഭാഗങ്ങളിലും അത് കെട്ടി നിൽക്കാനും ഒക്കെ തന്നെ സാധ്യതയുള്ളത് കൊണ്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ടാലൊക്കെ ഇത് ജെല്ലി ആയിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മറ്റൊരു മെത്തേഡും കൂടെ പറയാം. നന്നായി പൊടിച്ച് വെച്ചിട്ടുള്ള പൊടി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച് കുറച്ച് സമയം കഴിഞ്ഞ് അതൊരു ജെൽ അവസ്ഥയിലേക്ക് മാറും. അതിനുശേഷം വെറും വയറിൽ രാവിലെയൊക്കെ തന്നെ അത് അരിച്ചെടുത്തിട്ട് ആ വെള്ളം നമുക്ക് കുടിക്കാനായിട്ട് ഉപയോഗിക്കാം. അതിൽ ആവശ്യമെങ്കിൽ അധികം ചൂടില്ലാത്ത സമയത്ത് അല്പം നാരങ്ങ നീര്, ഒരുപാട് ഉപയോഗിക്കേണ്ട, അസിഡിറ്റി പ്രശ്നമുള്ളവർക്കൊക്കെ തന്നെ നാരങ്ങ നീര് രാവിലെ തന്നെ കഴിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കൊണ്ട് കുറഞ്ഞൊരളവിൽ ചേർക്കാം. അല്പം തേനും കൂടെ ചേർത്തിട്ട് നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ് ഇത് വെയിറ്റ് ലോസിനായിട്ട്. ആ രീതിയിൽ ഉപയോഗിക്കാം. ഒമേഗ 3യും മഗ്നീഷ്യവും ഫോസ്ഫറസും ഒക്കെ ഉള്ളതുകൊണ്ട് അസ്ഥികളുടെ ആരോഗ്യത്തിന്, എല്ല് നല്ല ശക്തിപ്പെടുത്താനും മസിലിൻ്റെ പ്രവർത്തനമൊക്കെ തന്നെ നന്നായിട്ട് നടത്താനും ഞരമ്പിൻ്റെ ആരോഗ്യം ബലപ്പെടുത്താനും ഒക്കെ തന്നെ സഹായിക്കുന്നുണ്ട്. റാഗി, ഓട്സ്, ചാമ പോലുള്ള കാര്യങ്ങളൊക്കെ കഞ്ഞിയാക്കിയിട്ടൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അതിന് കൂടെ മിക്സ് ചെയ്തിട്ടും ഈ ഒരു പൊടി നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റും. ഇനി ഇത് ചർമ്മത്തിലേക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് പറയാം. ഇത് ഒരു 1-2 സ്പൂൺ ഫ്ലാക്സ് സീഡ്സ് എടുത്തിട്ട് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളത്തിലിട്ട് തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ എത്തിക്കഴിഞ്ഞാൽ ചൂടോടെ തന്നെ ഒന്ന് സ്ട്രെയിനറിൽ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കുക. നല്ലൊരു ജെല്ലി ഫോമിൽ കിട്ടും. ഇത് നിങ്ങൾക്ക് മുഖത്തേക്കും അതുപോലെ തന്നെ സ്കാൽപ്പിലേക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും. വളരെയധികം ഗുണകരമായിട്ടുള്ളതാണ്. സ്കിന്നിനെ നല്ല യങ് ആയിട്ടിരുത്താൻ, ഒരു ഡ്രൈനെസ്സും ഒക്കെ മാറ്റിയിട്ട് നല്ല സ്മൂത്താക്കിയിട്ട്
ചെയ്യാനായിട്ടും ചുളിവുകൾ അകറ്റാനൊക്കെ സഹായിക്കുന്ന നല്ലൊരു മാർഗ്ഗമാണ്. അതിനായിട്ട് ഈ ഒരു ജെല്ല് തന്നെ ഫേസിലേക്കും അപ്ലൈ ചെയ്യാം, ഹെയറിലേക്കും അപ്ലൈ ചെയ്യാം. ഹെയറിലേക്ക് സ്പെഷ്യലായിട്ട് ഫ്ലാക്സീഡ് ചേർത്തിട്ടുള്ള ജെല്ലൊക്കെ നമ്മൾ മുൻപ് തയ്യാറാക്കിയിട്ടുള്ളതാണ്. കുറച്ച് ഉലുവയും കരിഞ്ജീരകവും കറിവേപ്പിലയും കൂടെ ഈ ഒരു ഫ്ലാക്സീഡിൽ ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ജെല്ല് തന്നെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊക്കെ തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ വൺ ടൈം യൂസിനായിട്ടാണെങ്കിലും ഈ ഒരു ഒറ്റ ഫ്രഷ് ജെല്ല് മാത്രം ഉണ്ടാക്കിയെടുത്തിട്ടും ഉപയോഗിക്കാനായിട്ട് പറ്റും. മുടി നല്ല സിൽക്കി ആയിട്ട് ഇരുത്താനും ഹെയർ ലോസ് ഒക്കെ ഉണ്ടെങ്കിൽ തടയാനും ഒക്കെ നല്ലതാണ്. കേട്ടിട്ടില്ലേ ലിൻസീഡ് ഓയിൽ, ഫ്ലാക്സീഡ് ഓയിൽ എന്നുള്ളതൊക്കെ? ഇതൊക്കെ നമുക്ക് ചർമ്മത്തിലേക്കും അതുപോലെ തന്നെ സ്കാൽപ്പിലേക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഓയിലാണ് ഈ ഒരു ഫ്ലാക്സീഡിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഒരു ഫൈബർ തന്നെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലിനൻ കോട്ട് വസ്ത്രങ്ങളൊക്കെ തന്നെ, ലിനൻ ക്ലോത്തുകളൊക്കെ തന്നെ ഉണ്ടാക്കുന്നത്. വൈറ്റമിൻ B6ഉം ഫോളേറ്റും ഒക്കെ തന്നെ ഉള്ളതുകൊണ്ടും പ്രോട്ടീൻ ഉള്ളതുകൊണ്ടും ഒക്കെ തന്നെ നിങ്ങൾക്ക് വളരെ ഇമ്മ്യൂണിറ്റിക്കൊക്കെ തന്നെ വളരെ ഗുണകരമാണത്. ഇൻറ്റേർണൽ യൂസിന് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. മുടിയിലേക്കായാലും സ്കിന്നിലേക്കായാലും നിങ്ങൾക്ക് വളരെ മിറാക്കിളായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒന്നാണ്. ധാരാളം ഫൈബറൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് മലബന്ധം കുറയ്ക്കാൻ നല്ലതാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു മെനോപോസൽ സ്റ്റേജിലൊക്കെ എത്തിയിട്ടുള്ള സ്ത്രീകൾക്കും ഒക്കെ തന്നെ ഇത്തരം കോൺസ്റ്റിപ്പേഷൻ സാധാരണയായിട്ട് കാണാറുള്ളതൊക്കെയാണ്. അതുപോലെ അവർക്ക് ഹോർമോണിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണമൊക്കെ തന്നെ ശരീരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാണപ്പെടാറുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ചെറിയൊരു ഉഷ്ണഗുണമുള്ളതുകൊണ്ട് ഒരിക്കലും ഇതൊരു പരിധിയിൽ കൂടുതലായിട്ട് ഉപയോഗിക്കരുത്. പറഞ്ഞ അതേ അളവിൽ ഉപയോഗിച്ചാൽ വളരെ ഗുണകരമായിട്ടുള്ളതാണ്. പുരുഷന്മാർ പലപ്പോഴും സംശയം ചോദിക്കുന്നതാണ്, ടെസ്റ്റോസ്റ്റിറോൺ കുറയുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. പക്ഷേ ഇതിൽ അത്ര തന്നെ പ്രസക്തിയില്ല. ചോദിക്കാനുള്ളൊരു കാരണം ഫൈറ്റോ ഈസ്ട്രജൻ അടങ്ങിയിട്ടുള്ളതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇത് മിതമായിട്ടുള്ള ഒരു അളവിൽ ഉപയോഗിച്ചാൽ ഒരു രീതിയിലും ഹാംഫുൾ ആയിട്ട് ബാധിക്കുന്നില്ല. മെനോപോസൽ ഏജിൽ ഹോർമോണൽ പ്രശ്നങ്ങൾ കുറയ്ക്കാനും ആ ഒരു ചൂട് അമിതമായിട്ടൊക്കെ ദേഹത്തും മുഖത്തും ഒക്കെ തന്നെ തോന്നാറുണ്ട്, അതൊക്കെ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെ ചെറിയൊരു രീതിയിലായാലും നമുക്കിത് ബ്ലഡ് പ്രഷറിൽ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷറിനെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്, മെർക്കുറി ലെവൽ. അതുകൊണ്ട് തന്നെ ബ്ലഡ് പ്രഷർ അധികമായിട്ടുള്ളവർക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ പ്രീ ഡയബറ്റിക് സ്റ്റേജിലുള്ളവർക്ക് ഇതിനെ ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റും. അതുപോലെ സ്ഥാനാർബുദമുള്ള കേസിലുമൊക്കെ തന്നെ ഇതൊരു റിസ്ക് ഫാക്ടർ അധികം തന്നെ കുറയ്ക്കുന്നു എന്നുള്ളത് പല പഠനങ്ങളിലും തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരു പ്രിവെൻറ്റീവ് മെഡിസിൻ ആയിട്ട് നമുക്കിതിനെ ഉപയോഗപ്പെടുത്താം. വെജിറ്റേറിയൻസ് ഫിഷ് ഒന്നും കഴിക്കാത്തവരാണെങ്കിൽ അവർക്ക് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് വളരെ നല്ല രീതിയിൽ ലഭിക്കുന്ന ഒരു സോഴ്സാണ് ഈ ഫ്ലാക്സ് സീഡ്സ് എന്നുള്ളത്. അപ്പോൾ ഈ രീതിയിൽ ഉപയോഗപ്പെടുത്താം. അതിന് കൂടെ തന്നെ ഈ ഒമേഗ 3 ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ടും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് എടുത്തു പറയേണ്ട ഒന്നാണ്. ഇത് കൊളസ്ട്രോൾ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് കുറയ്ക്കാൻ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഉപയോഗം സാധിക്കുന്നുണ്ട്. ഇതൊരു 3 ആഴ്ചത്തോളം ഒക്കെ തുടർച്ചയായിട്ട് നമുക്കിത് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ വ്യത്യാസം അനുഭവപ്പെടും. പ്രത്യേകിച്ചും ഇത് 2 നിറത്തിലാണ് ലഭിക്കുന്നത്, ഗോൾഡൻ നിറത്തിലും ബ്രൗൺ നിറത്തിലും. ഈ ബ്രൗൺ നിറത്തിലുള്ളതാണ് കൂടുതൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. രണ്ടും തമ്മിൽ വലിയ ഗുണവ്യത്യാസമൊന്നുമില്ല. കടകളിലും ഓൺലൈനിലും ഒക്കെ ഇത് ലഭ്യമാണ്. മുഴുവനായിട്ടുള്ളത് റൂം ടെമ്പറേച്ചറിൽ 1 വർഷം വരെ കേടുകൂടാതെ നമുക്ക് വെക്കാൻ പറ്റും. എന്നാൽ മറ്റുള്ളവ പെട്ടെന്ന് ചീത്തയായി പോവും. സ്റ്റീൽ ഗ്ലാസ് ജാറിലൊക്കെ വെച്ച് നമുക്ക് ഇത് ഞാൻ പറഞ്ഞ പോലെ വറുത്ത് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി സമയം ഉപയോഗിക്കാം. നല്ലതുപോലെ ഉണങ്ങിയത് മാത്രം കഴിക്കുക, അല്ലാത്തത് ദോഷം വരും. മുഴുവനായിട്ട് കഴിക്കുന്നതിനേക്കാൾ ഈ പറഞ്ഞ പോലെ പൊടിച്ച് തന്നെ കഴിക്കണം. മുഴുവനായിട്ട് കഴിച്ചാൽ നല്ലതുപോലെ കടിച്ച് ചവച്ചൊക്കെ കഴിക്കുമെങ്കിലും ഞാൻ ഈ പറഞ്ഞതുപോലെ വെള്ളമൊന്നും കുടിച്ചിട്ടില്ലെങ്കിൽ അത് പല ഭാഗങ്ങളിൽ കെട്ടിക്കിടക്കും. അതുകൊണ്ട് തന്നെ ഇത് ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാലാണ് നമ്മുടെ ചർമ്മത്തിന് ഒന്നുകൂടെ ഗുണകരമായിട്ടുള്ളത്. ഈ ഫ്ലാക്സീഡ് പൊടി ഇത് ഉപ്പുമാവിലോ ദോശമാവിലോ ഒക്കെ ഇട്ടിട്ട് നമുക്കിതിനെ ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റും. നമ്മുടെ തലച്ചോറിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ ഫ്ലാക്സീഡിലെ ഒമേഗ 3 സഹായിക്കുന്നുണ്ട്. അതുപോലെ ഉറക്കം മെച്ചപ്പെടുത്താൻ ഈ ഒരു ഫ്ലാക്സീഡ് നമ്മൾ പാലിൽ കലർത്തി കുടിക്കുന്നതുകൊണ്ട് സാധിക്കുന്നുണ്ട്. എല്ലാ രാത്രിയും ഉറങ്ങുന്നതിന് മുൻപ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉറക്കം മെച്ചപ്പെടുത്താൻ വളരെ നല്ലൊരു വഴിയാണ്. ഇനി ഇതൊന്നും അല്ലെങ്കിലും നമ്മൾ പല നട്ട്സുകൾ മിക്സൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് മുൻപ്. അതിൽ ഈ ഫ്ലാക്സ് സീഡ്സ് ഉൾപ്പെടുത്തി കഴിഞ്ഞാലും ഇതിൻ്റെ ഗുണങ്ങൾ കിട്ടും. പലർക്കും ഇത് അല്ലാതെ കഴിക്കാനൊക്കെ മടിയുള്ള സമയങ്ങളിൽ ഈ രീതിയിൽ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായാലും ഇത്തരം ജീവിതശൈലി രോഗങ്ങളിൽ നിന്നൊക്കെ ഒരു മുക്തി നേടാനായാലും മറ്റുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങളൊന്നും വരാതെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് നിയന്ത്രിച്ച് നിർത്താനായാലും ഒക്കെ സഹായിക്കുന്ന
ഒന്നാണ് ഫ്ലാക്സ് സീഡ്സ്. അപ്പോൾ മിതമായിട്ടുള്ള അളവിൽ പറഞ്ഞ രീതിയിൽ തന്നെ കഴിക്കാനും കൂടെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഗുണങ്ങളെല്ലാം ഉണ്ട്. ഇനി ചർമ്മത്തിലേക്കൊക്കെ ഉപയോഗിക്കാനാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ സ്കാൽപ്പിലേക്ക് ഉപയോഗിക്കാനാണെങ്കിലും മുൻപത്തെ വീഡിയോയിലൊക്കെ ഒരു ചെമ്പരത്തി ഹിബിസ്കസ് ജെല്ല് ഇത് ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. വളരെ എളുപ്പമാണെങ്കിലും ഗുണത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ്. ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഫ്ലാക്സ് സീഡ്സിന്, ചെറുചണ വിത്തിന് ഇതുവരെയൊന്നും പരിചയമില്ലാത്തവരാണെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഓൺലൈനിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാം. അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.